കേരളത്തിൽ മതേതരത്വ ശേഷിപ്പുകളെ തീവ്ര അജണ്ടകൾ വായി തുറന്ന് വിഴുങ്ങുന്നതിൻ്റെ ബീഭത്സ കാഴ്ചകളിൽ ഏറ്റവും പുതിയതാണ് ഇന്തിഫാദ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന കലോത്സവത്തിൻ്റെ പോസ്റ്ററും പരസ്യവും. തിരുവനന്തപുരം പാളയത്ത് മാർച്ച് 7 മുതൽ നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ടൈറ്റിലിലാണ് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന് മേമ്പൊടി പൂശിക്കൊണ്ട് ഹമാസ് തീവ്രവാദികളുടെ ജൂത ആക്രമണത്തോട് ബന്ധമുള്ള ഇന്തിഫാദ എന്ന പേര് നൽകിയിരിക്കുന്നത്. പലസ്തീൻ ഭൂപടത്തിൽ ഉൾച്ചേർത്ത പാറ്റേണിനെ കുറിച്ചും സൂചന നൽകുന്ന തരത്തിൽ പോസ്റ്റർ ഇറക്കി ഇന്തിഫാദ എന്ന പേരെടുത്ത് സാംസ്കാരിക കേരളത്തിലെ കലോത്സവത്തിന് നൽകി കലയുടെ മറവിൽ തീവ്രവാദത്തിന് സ്തുതി പാടുമ്പോഴാണ് വർത്തമാന കേരളം എത്രത്തോളം തീവ്രവാദത്തിൻ്റെ അജണ്ടകൾക്ക് കീഴ്പ്പെട്ടാണ് നീങ്ങുന്നതെന്ന യാഥാർത്ഥ്യം വ്യക്തമാകുന്നത്. അറബി ഭാഷയിൽ ഇന്തിഫാദ എന്ന പദത്തിന് പ്രക്ഷോഭമെന്നും കുലുക്കം എന്നുമൊക്കെയാണ് അർത്ഥമുള്ളത്. ചരിത്രപരമായി ഇസ്രായേലിനെതിരായ തീവ്ര ചിന്താഗതിക്കാരായ പലസ്തീനികളുടെ അഥവാ ഹമാസിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഘട്ടങ്ങളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഈ പദത്തിൻ്റെ വിവക്ഷ എല്ലായ്പ്പോഴും അക്രമാസക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ്. 1987 മുതൽ 1990 വരെ വ്യാപിച്ചു കിടക്കുന്ന ആദ്യ ഇന്തിഫാദയും 2000-നും 2005-നും ഇടയിൽ സംഭവിച്ച രണ്ടാമത്തെ ഇന്തിഫാദയും ക്രൂരമായ അക്രമ സംഭവങ്ങൾ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള ഭീകരാക്രമണ പ്രവർത്തനങ്ങളുമായുള്ള ബന്ധത്തിന് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു പദം എല്ലാ മതസ്ഥരായ വിദ്യാർത്ഥികൾ കൂടി ഭാഗവാക്കുകളാകുന്ന പൊതുപരിപാടികൾക്ക് നൽകാൻ ഇടത് യൂണിയൻ അമിതമായ താല്പര്യം കാട്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചേരികളിൽ കടന്നുകൂടിയിരിക്കുന്ന തീവ്ര ചിന്താഗതികൾ കേരളത്തിൻ്റെ സാംസ്കാരിക മേന്മകൾക്കും മതേതരത്വത്തിനും കനത്ത ഭീഷണി തന്നെയായി മാറുകയാണ്. ഇനി ഇന്തിഫാദ എന്ന അറബി വാക്കിൻ്റെ നാനാർത്ഥങ്ങൾ വിശദീകരിച്ചും ആ പദം മറ്റ് പ്രക്ഷോഭങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വാദവുമായി ന്യായീകരണ കമ്മിറ്റിക്കാർ വന്നേക്കാം. പക്ഷേ ഇവിടെ പറയാനുള്ളത് ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണ് വർഷങ്ങളായി ഈ പദം ലോകവ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ഒക്ടോബർ 7 മൂന്നാം ഘട്ട ഇന്തിഫാദയെ മഹത്വവൽക്കരിക്കാൻ തന്നെയാണ് ഈ പദം കലോത്സവത്തിൻ്റെ പേരായി നിശ്ചയിച്ചത് എന്നത് ഹമാസ് തീവ്രവാദത്തെ തള്ളിപ്പറയുന്ന മതേതര മൂല്യങ്ങൾ മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന ഏവർക്കും മനസ്സിലാകും. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതേതര മൂല്യങ്ങളാണ് തങ്ങൾ വളർത്തുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടവും വീരസ്യം വിളമ്പുന്ന ഇടതു സംഘടനകൾ കലയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും തത്വങ്ങളെ നിരന്തരമായി പരിഹാസത്തിനും വിമർശനത്തിനും വിധേയമാക്കുന്നത് പതിവാണ്. ക്രൈസ്തവരുടെ വിശുദ്ധ കുരിശിലാണ് ഇടതന്മാർ പലപ്പോഴും അശ്ലീല സാഹിത്യത്തിൻ്റെ ആവിഷ്കാരത്തിന് കളം ഒരുക്കാറുള്ളത്. എന്നാൽ മറ്റു ചില മതസംജങ്ങളെ പ്രതീകാത്മകമായി പോലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാത്തത് വിധേയത്വം കൊണ്ടോ ഭയം കൊണ്ടോ തന്നെയാണ്. മുൻപ് ഒരു കലോത്സവ അവതരണ ഗാനത്തിന് തീവ്രവാദിയുടെ വേഷമിട്ടയാൾ വേദിയിൽ എത്തിയതിന് ജാമ്യമില്ലാത്ത വകുപ്പിലാണ് അവർക്കെതിരെ ഈ സർക്കാർ കേസെടുത്തതെന്ന് ഓർക്കണം. ഒരു മതത്തോടും വിരോധമോ വിധേയത്വമോ കാണിക്കാതെ നിഷ്പക്ഷമായ നിലപാടുകളിലൂടെ തെളിയിക്കേണ്ട മതേതരത്വത്തെ ഇപ്പോൾ തീവ്ര ചിന്താഗതികൾ വിഴുങ്ങുകയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ നാളുകളിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്ന കലോത്സവത്തിൻ്റെ വേദികൾക്ക് പാലസ്തീൻ എന്നും ബാബറി എന്നുമൊക്കെ പേര് ചാർത്താൻ ഈ കപട മതേതരവാദികൾക്ക് കഴിഞ്ഞത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് തീവ്ര ഇസ്ലാമിക നിലപാടുകൾ പൊതുവിടങ്ങളിൽ അലങ്കാരവും മറ്റു മതങ്ങളുടെ മതതത്വങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ വികലമാക്കി കാണിക്കുന്നതിനും ഉള്ളതാണ്. ഇതാണ് കേരള മോഡൽ മതേതരത്വം. ഇത് എല്ലാവരും അംഗീകരിച്ചോണം. കലയുടെ പേരിൽ ഒളിപ്പിച്ച് കടത്തുന്ന തീവ്രവാദ ചിന്തകൾ ഇനിയും പലതിൻ്റെ മറവിൽ പൊതുസമൂഹത്തിൽ എത്തിയേക്കാം. അതിനാൽ കേരളത്തിലെ പൊതുസമൂഹം കടുത്ത ജാഗ്രത പുലർത്തുക.